ഷാനവാസും അങ്ങനെ അവസാനമായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ട് ആയിരിക്കുകയാണ്. ശരിക്കും ഷാനവാസിന്റെ എവിക്ഷൻ ഈ പറഞ്ഞ പോലെ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണോ? ടോപ്പ് 3 ഷാനവാസ് ഡിസർവിംഗ് ആണോ? എന്താണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ഷാനവാസിന്റെ എവിക്ഷൻ ശരിക്കും ഒരു ടോപ്പ് 4 ഉള്ള പരിപാടികൾ ഷാനവാസ് ആ വീടിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ടോപ്പ് 3 കയറാനുള്ളതൊന്നും ചെയ്തു വെച്ചിട്ടില്ല. ടോപ്പ് 4 വേണ്ടിയിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് ഷാനവാസിനകത്ത് അതിനകത്തുള്ള കുറച്ച് സാധനങ്ങൾ, 1 ജെനുവിനിറ്റി ആണ്, 2 സ്ക്രീൻ പ്രസൻസ് ആണ്, 3 ഗ്രൂപ്പിസത്തിനെതിരെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് ഷാനവാസ് ഇത്രയധികം കയറി വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളല്ലാതെ സ്വന്തമായിട്ടൊരു ഗെയിം പ്ലാൻസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വളരെയധികം ജെനുവിൻ പേഴ്സൺ ആണ്. കുറെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഇവരൊക്കെ പറയുമെങ്കിലും എല്ലാം ഗെയിം എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഹൃദയത്തിലോട്ട് എടുക്കുന്ന മനുഷ്യനാണ്. ഒരാളെ നോമിനേറ്റ് ചെയ്താൽ പോലും അത് ഹൃദയത്തിലോട്ട് എടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. സോ അങ്ങനത്തെ ഒരു പേഴ്സൺ ഒരിക്കലും സ്ട്രോങ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ പുള്ളി അത്യാവശ്യം സ്ക്രീൻ പ്രസൻസിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ വിജയിക്കും എന്ന് പോലും കരുതിയിട്ടുണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 40 to 60 ഡേയ്സിനകത്ത്. അപ്പോഴെപ്പോഴോ വോട്ടിങ്ങുകൾ അനീഷിനും അനുമോൾക്കും അപ്പുറമായിട്ടായിരുന്നു ഷാനവാസിന്റെ വോട്ടിങ്ങുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഷാനവാസിന് ആ സമയത്ത് നമ്മൾ വിന്നറായിട്ട് കരുതിയതാണ്. പക്ഷേ ഷാനവാസിന് ടോപ്പ് 4 എന്നുള്ള പൊസിഷനാണ് ഡിസർവിംഗ് ആയിട്ടുള്ളത്. ടോപ്പ് 3 അക്ബറിനുള്ള പൊസിഷൻ ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഷാനവാസിന് ടോപ്പ് 3 കിട്ടി എന്ന് വെച്ച് ഭയങ്കര അൺഡിസർവിംഗ് അല്ല. അതിനും മാത്രമുള്ള കാര്യങ്ങളൊക്കെ ഷാനവാസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കോണ്ടന്റ് കൊടുക്കാതെ സീരിയൽ മേഖലയിൽ നിന്ന് വരുന്ന ഇമേജ് നോക്കിയിരിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഷാനവാസ് ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുന്നേ ഒരു ഫോട്ടോ വൈറലായിട്ടുണ്ടായിരുന്നു. ഷാനവാസ് സീസൺ 4 നവീൻ അറക്കൽ, സീസൺ 4 തന്നെ റോൺസൺ, ഇവർ 3 പേരും കൂടെ നിൽക്കുന്ന സാധനം. അപ്പൊ ഇതിനകത്ത് റോൺസൺ വന്നിട്ട് എന്താണ് ചെയ്തതെന്നും നവീൻ വന്നിട്ട് എന്താണ് ചെയ്തതെന്നും നമ്മൾ കണ്ടതാണ്. അതേപോലെ ആയി പോകും ഷാനവാസ് എന്ന് പറഞ്ഞ കുറേ കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഷാനവാസ് പ്ലേ ചെയ്തത്. ഇമേജ് എന്ന് പറയുന്ന സാധനം ഈ സീസണിൽ ഒരു കണ്ടസ്റ്റന്റും കാണിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. സോ ഷാനവാസ് ടോപ്പ് 3 പൊസിഷനിൽ വന്നു. ഡിസർവിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അൺഡിസർവിംഗ് അത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് ടോപ്പ് 3 ഫൈൻ, ഓക്കെ, അങ്ങനെ ആ ലെവലിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും താഴെ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.